എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്. ഇന്ത്യ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം ഉൾപ്പെടെ ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ ഗ്രന്ഥകാരൻ. ഐക്യരാഷ്ട്രസഭയിലും ചേരിചേരാ കൂട്ടായ്മയിലുമൊക്കെ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ കാരണമായ മികച്ച പ്രസംഗകൻ. നൂറ്റാണ്ടുകൾ നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖൻ. ദാരിദ്ര്യവും നിരക്ഷരതയും കലാപങ്ങളുമൊക്കെയായി ഏറെ പിന്നിലായിരുന്ന നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നവഭാരത ശില്പി. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി ആചരിക്കുന്നത്? തൻ്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കൂടെ കരുതിയിരുന്ന പനിനീർ പൂവിനെ പോലെ നിർമ്മലനായിരുന്ന അദ്ദേഹത്തിന് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുട്ടികൾ പഠിച്ച് കളിച്ചു വളർന്നാൽ അതാണ് രാജ്യത്തിൻ്റെ നേട്ടം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര തിരക്കിനിടയിലും കുട്ടികളോടൊത്ത് ചെലവഴിക്കാനും സംസാരിക്കാനും അവരോടൊത്ത് കളിക്കാനും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. മകളായ ഇന്ദിരയ്ക്ക് ജയിലിൽ നിന്നയച്ച കത്തുകൾ, ഒരച്ഛൻ മകൾക്കായി അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട്. ആ കത്തുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും പക്ഷിയും മൃഗങ്ങളുമൊക്കെ വിഷയമായിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കുമായിട്ടാണ് ആ കത്തുകൾ. അങ്ങനെയുള്ള ചാച്ചാ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം, അറിയണം. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണം. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ ചൂണ്ടിക്കാണിക്കുവാനും നമുക്കാവണം. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത മഹത് വ്യക്തിയെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ജയ് ചാച്ചാജി.